നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നോ യുവർ ബൈബിൾ സീരീസിലെ ഒരു ബുക്കുമായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ തന്ന ദൈവകൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. അതിനായിട്ട് എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന പ്രേരണത്തിൻ്റെ എല്ലാ ലീഡർഷിപ്പിനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് രാജാവിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. രാജാവിനെ എന്നെ ഈ സെഫനിയ ഏൽപ്പിച്ചപ്പോൾ ഞാൻ സ്വല്പം ഒന്ന് മടിയൊക്കെ പറഞ്ഞാലും പിന്നെ രാജാവിൻ്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി ഇത് ഞാൻ ഏറ്റെടുത്തു. എന്നാൽ ഈ അവസരം ഇത് പഠിച്ചു തുടങ്ങിയപ്പോൾ ഓർത്ത് ഇത് വളരെ വലിയൊരു അവസരമായിട്ട് കാണുന്നു. കാരണം നമ്മൾ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ വളരെ റെയർ ആയിട്ട് പഠിക്കുന്ന ബുക്കുകളാണ് ഈ മൈനർ പ്രോഫറ്റ്സിൻ്റെ. സെഫന്യ ഒരു മൈനർ പ്രോഫറ്റ് ആണല്ലോ, നമുക്കറിയാമല്ലോ. അപ്പം ഈ സമയങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ നോ യുവർ ബൈബിൾ സീരീസിൻ്റെ കൂടെ ഈ പ്രോഫറ്റ്സിൻ്റെ ബുക്ക് പഠിക്കുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ ബുക്സിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് തന്നെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യമായിട്ട് വായിക്കുന്നത് തന്നെ. നമ്മുടെ പള്ളികളിലുമൊക്കെ നമുക്കറിയാം, ഒന്നാം പാഠമായിട്ട് തന്നെയൊക്കെ വളരെ റെയറായിട്ട് ഇന്ന് ഈ ബുക്സൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഡോക്ടർ രാജീവ് പഠിപ്പിച്ച ഹബാക്കുക്കും സെഫനിയായും ഒക്കെ നമ്മളങ്ങനെ അധികം ഒന്നും വായിച്ച് കേട്ടിട്ടില്ല. എന്നാലും ഇങ്ങനെയുള്ള സ്റ്റഡീസ് ക്ലാസ്സസിലൂടെ നമുക്ക് ഈ ബുക്സിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും എന്താണ് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ആ കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്ന സന്ദേശവും ദൂതും എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഈ സ്റ്റഡി ക്ലാസ്സസിനെ കാണണമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെല്ലാം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, ഞങ്ങൾ നിൻ്റെ വചനം പഠിക്കുവാനായിട്ട് കർത്താവ് ഒരുങ്ങുന്നു. കർത്താവ് ഇതിനു വേണ്ടിയിട്ട് കർത്താവ് ഞങ്ങൾ കുറച്ചധികം നാൾ അധ്വാനിച്ചു കർത്താവ്. എന്നാലും കർത്താവ് നിൻ്റെ വചനം ഏത് ആത്മാവിനാൽ അനേക സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നിൻ്റെ പ്രവാചകനിലൂടെ കർത്താവ് നീ ദേശത്തിനും ലോകത്തിനും മൊത്തം കൊടുത്ത അതേ ദൂത് കർത്താവ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഏതാത്മാവിനാൽ അത് എഴുതപ്പെട്ടിരുന്നു കർത്താവ്, അതേ ആത്മാവിനാൽ കർത്താവ് ഞങ്ങൾക്ക് നീ അത് വിവേചിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വന്നിരിക്കുന്ന തെറ്റുകളും കുറവുകളും എല്ലാം നീ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലെ ധ്യാനവും അങ്ങേക്ക് എപ്പോഴും പ്രസാദകരമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ബുക്ക് ഓഫ് സെഫനയ ആമുഖമായിട്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നമ്മൾ അധികം പഠിക്കാത്ത ബുക്സാണ് ഹബാക്കുക്കും സെഫനിയായും എല്ലാം. കൂടുതലായിട്ട് നമ്മൾ ഉൽപ്പത്തി, പുറപ്പാട്, യെശയ്യാ പ്രവചനം, യെരമ്യാ പ്രവചനം ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഈ അവസരത്തിൽ നമുക്ക് ബുക്ക് ഓഫ് സെഫനിയ പഠിക്കുവാൻ നോ യുവർ ബൈബിൾ സീരീസിൽ ഒരു അവസരം തന്നല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ബുക്ക് ഓഫ് സെഫനിയ. ഈ ടൈറ്റിലിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ചാപ്റ്റർ 3 വേഴ്സ് 17. ആദ്യം തന്നെ പറയട്ടെ, ബുക്ക് ഓഫ് സെഫനിയ വളരെ ചെറിയ ബുക്കാണ്. ഇറ്റ്സ് ഓൺലി ബുക്ക് കണ്ടെയ്നിങ് 3 chapters. First 2 chapters prophecy against the nations and the Israel, and third chapter is a chapter full of hope and redemption. 3 ചാപ്റ്ററേ ഉള്ളൂ. വളരെ ചെറിയ ബുക്കാണ്. എന്നിരുന്നാൽ തന്നെയും അതിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് മെസ്സേജസ് ഉണ്ട്. ആ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. ഈ ഫസ്റ്റ് സ്ലൈഡിലെ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത് ചാപ്റ്റർ 3 വേഴ്സ് 17 എന്ന് പറയുന്നതാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് അതെന്ന് പറയുന്നത് ഈ ഹോൾ ബുക്ക് ഓഫ് സെഫനിയയിലെ ഒരു കീ വേഴ്സ് ആയിട്ടാണ് പല ബൈബിൾ കമൻറ്റേറ്റേഴ്സും നമ്മൾ പഠിക്കുമ്പോഴുള്ള സമയത്തെല്ലാം പറയുന്ന ഒരു കീ വേഴ്സ് ആയിട്ടാണ് പറയുന്നത്. ഇത് വളരെയധികം പ്രത്യാശയുടെ ഒരു വേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. The Lord your God is with you, His power gives you victory. The Lord will take delight in you, and in His love He will give you new life. അപ്പോൾ അതാണ് ഞാൻ അത് ടൈറ്റിൽ കൊടുക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ചാപ്റ്റർ 3 വേഴ്സ് 17, the most important verse in the book of Zephaniah. A small book but the most important book. And ഇതിൻ്റെ റെഫറൻസസ് നമുക്ക് വരുന്ന കാലഘട്ടത്തിൽ കാണാം. നെക്സ്റ്റ് ഒരു വളരെ ക്വിക്കായിട്ടുള്ള ഒരു റീക്യാപ്പ് വെച്ചിരിക്കുകയാണ്. നമ്മൾ മേജർ പ്രോഫറ്റ്സ്, മൈനർ പ്രോഫറ്റ്സ് എന്നുള്ളതാണല്ലോ ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ നമ്മുടെ ബുക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ നോ യുവർ ബൈബിൾ സീരീസിലൊക്കെ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അത് വളരെ ക്വിക്കായിട്ടുള്ള ഒരു റീക്യാപ്പാണ്. 4 മേജർ പ്രോഫറ്റ്സ് ആണ് നമുക്കുള്ളത് ബൈബിളിൽ: ഐസയ, ജെറമയ, എസേക്കിയേൽ ആൻഡ് ഡാനിയേൽ. ഞാൻ ആദ്യം പറയാനായിട്ട് തന്നെ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ സ്റ്റഡി ബേസ് ചെയ്തിരിക്കുന്നത് ഗുഡ് ന്യൂസ് ബൈബിളിലാണ്. ഈ ഗുഡ് ന്യൂസ് ബൈബിളിനെ ബേസ് ചെയ്തിട്ടുള്ള വേഴ്സസും കോഡ്സും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള വേർഷൻസ് ഉപയോഗിക്കുന്നവരെ സദയം സഹകരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ സിമ്പിൾ ബുക്കാണ് ഗുഡ് ന്യൂസ് ബൈബിൾ. അതുകൊണ്ടാണ് ഞാനത് തന്നെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഗുഡ് ന്യൂസ് ബൈബിളിലെ ക്ലാസിഫിക്കേഷനാണ്. 4 മേജർ പ്രോഫറ്റ്സ് ആയിട്ടാണ് ഗുഡ് ന്യൂസ് ബൈബിളിൽ പറയുന്നത്.
പല വേറെ വേർഷൻസിലൊക്കെ 5 ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഇത് ഫോളോ ചെയ്യുന്നതാണ് ഞാനത് മാത്രം അവിടെ കൊടുത്തിരിക്കുന്നത്. 4 മേജർ പ്രോഫറ്റ്സും നമുക്ക് മൈനർ പ്രോഫറ്റ്സിൽ ഹോസിയ, ജോൽ, ഒമോസ്, അബാദിയ, ജോന, മിക്ക, നാഹൂം, ഹബാക്കുക്ക്, സെഫന്യ, ഹഗായ്, സെക്കറിയ, മലാക്കി. ഇത്രയാണ് മൈനർ പ്രോഫറ്റ്സ് കാണിക്കുന്നത്. അതിൽ റെഡിൽ കാണിച്ചിരിക്കുന്ന സെഫന്യ നമ്മൾ ഇന്ന് പഠിക്കുന്നു. കഴിഞ്ഞ ന്യൂ ഇയർ ബൈബിളിൽ നമ്മൾ ഡോക്ടർ രാജി ജനിമാമെ നമ്മൾ ഹബാക്കുക്ക് പഠിപ്പിച്ചു, അതും കഴിഞ്ഞു. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഉള്ളതിനകത്ത് ഹഗായ്, സെക്കറിയ, മലാക്കി, എസെക്കിയൽ, ഡാനിയലൊക്കെ ഒരാഴ്ച അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ദ സമ്മർ ഹോളിഡേയ്സ് നമുക്ക് പഠിക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, ബുക്ക് ഓഫ് സെഫന്യ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ടൈം ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. കാരണം നമ്മൾ ന്യൂ ഇയർ ബൈബിൾ സീരീസിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾഡ് ടെസ്റ്റമെൻ്റ് ടൈം ലൈൻസ്, ആ കിങ്സിൻ്റെ കാലഘട്ടവും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് ഞാൻ വീണ്ടും സമയം അതിന് എടുക്കുന്നില്ല. കൂടുതലായിട്ട് ബുക്ക് നമുക്ക് പഠിക്കാം. എന്നാലും സെഫന്യയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ലൈൻസ് മാത്രം പറഞ്ഞൊന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. As I said, we have gone through this in very much detail earlier. So we just look at the major important facets of the timelines during the time of Zephaniah. He preached in the latter part of the 7th century BC. 7ാം നൂറ്റാണ്ടിലാണ് സെഫന്യയുടെ പ്രവചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. And he preached during the time when Josiah was king of Judah. ജോസയെ കുറിച്ച് നമ്മൾ വളരെയധികം നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. ഹി വാസ് എ ഗുഡ് കിങ്സും ബാഡ് കിങ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ജോസയ വാസ് എ ഗുഡ് കിങ്. ആ ജോസയുടെ കാലത്താണ് നമ്മൾ കൂടുതലായിട്ട് സെഫന്യ പ്രവചനം നടത്തിയതായിട്ട് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് കിങ് ജോസയ ഗുഡ് കിങ് ആയിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹി ഇൻസ്റ്റഡ് എ ലോട്ട് ഓഫ് റീഫോംസ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല ദുഷ്പ്രവണതകളെയൊക്കെ മാറ്റിയിട്ട് നല്ല റീഫോംസ് കിങ് ജോസയ ആ കാലഘട്ടത്തിൽ അവരുടെ ജുദയ രാജ്യത്ത് ഇൻസ്റ്റൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഗുഡ് കിങ് ആയിട്ട് പറയുന്നത്. ആ സമയത്താണ് ഹിൽക്കിയ ദ പ്രീസ്റ്റ് ബുക്ക് ഓഫ് ലോ, അതായത് മോസസിൻ്റെ ലോ നമുക്ക് ആ സമയത്താണ് ടെമ്പിളിൽ നിന്ന് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിച്ചതോടുകൂടിയാണ് കിങ് ജോസയ പറഞ്ഞത് നമ്മൾ എന്തൊരു തെറ്റായ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ട് നടന്നിരുന്നത്, അതുകൊണ്ട് നമുക്ക് മാറണം, നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഹി മേഡ് compulsory lot of things which we'll see in the next slide. അതുകൊണ്ടാണ് കിങ് ജോസിയ ഗുഡ് കിങ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡ്യൂറിങ് ഹിസ് ടൈം ദാറ്റ് Zephaniah preached his message. Next point, he came from the southern kingdom of Judea. നമുക്കറിയാം നോർത്തേൺ കിങ്ഡമോ സദേൺ കിങ്ഡമോ ഉണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പഠിച്ചാണ്. സദേൺ കിങ്ഡം ഓഫ് ജുദയ എന്നാണ് സെഫന്യ വരുന്നത്. ആൻഡ് സമകാലികരായിട്ട് സെഫന്യയ്ക്ക് ഉണ്ടായിരുന്ന 3 പ്രവാചകന്മാരുടെ കാര്യം പറയുന്നുണ്ട്. കമന്റേറ്ററിലും ബൈബിളിലും ഒക്കെ പറയുന്നുണ്ട്. 3 സമകാലികർ നാഹൂം, ഹബാക്കുക്ക്, ജെറമ്യ. ഈ 3 പ്രവാചകന്മാരും സെഫന്യയുടെ അതേ കാലഘട്ടങ്ങളിൽ പ്രവചനം നടത്തിയിരുന്നവരാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ലാസ്റ്റിൽ ഞാനത് കുറച്ച് റെഡിലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെഫന്യയുടെ പ്രവചനം ആസ് ഐ സെഡ് ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് വായിച്ച് പഠിക്കുവാനായിട്ടൊക്കെ തന്നെ. കാരണം ടോട്ടൽ ഡിസ്ട്രക്ഷനാണ് പ്രവചിക്കുന്നത്. അത്രയ്ക്കും ദൈവത്തിന് തൻ്റെ ജനത്തോടുണ്ടായിരുന്ന നീരസമാണ് ആദ്യത്തെ 2 ചാപ്റ്ററുകളിൽ നമ്മൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതാണ് കാണുന്നത്. അതിനെപ്പറ്റി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാക്യം പോലും നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്ററിൽ കാണാനേ സാധിക്കത്തില്ല. കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനും കംപ്ലീറ്റ് ഗ്ലൂമും കംപ്ലീറ്റ് മിസറിയുമാണ് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിലും പറയുന്നത്. അത് പറയുന്നത് അത്രയ്ക്ക് ദൈവത്തിന് അത്രയ്ക്ക് തൻ്റെ ജനത്തോടുണ്ടായിരുന്ന ദേഷ്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ കല്ലിന്മേൽ കല്ല് അവശേഷിക്കാതെ നശിച്ചു പോകുന്നുള്ള രീതിയിലുള്ള പ്രൊഫസിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ട്, ഇറ്റ് ഇസ് നോട്ട് ഓൺലി എഗൻസ്റ്റ് ജുദയ, അതായത് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിനെതിരെ മാത്രമായിട്ടല്ലായിരുന്നു ഈ പ്രൊഫസി നടത്തിയിരുന്നത്, ബട്ട് എഗൻസ്റ്റ് ഓൾ ദി നേഷൻസ് ഓഫ് ദി എർത്ത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് ലോകത്തിലുള്ള ബാക്കിയുള്ള എല്ലാ രാജ്യക്കാർക്കെതിരെയും സെഫന്യ വളരെ കർശനമായിട്ടും കാഠിന്യമായിട്ടും തൻ്റെ പ്രവചനങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആദ്യത്തെ 2 ചാപ്റ്ററുകളിൽ. 3ാമത്തെ ചാപ്റ്റർ വരുമ്പോഴാണ് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണുന്നത്. ടോട്ടലി ഒരു ഹോപ്പും റിഡംഷനിലോട്ടും ഒക്കെ നമ്മൾ ചാപ്റ്റർ 3 കാണുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറയുന്നത്. നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്ററൊക്കെ വായിച്ച് പഠിക്കുവാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഗ്ലൂമും ഡൂമും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയധികം നമുക്ക്
ദേഷ്യം വരാനായിട്ടുള്ള കാരണം എന്താണെന്നൊക്കെ നമുക്ക് അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിന് മുമ്പ് ഞാൻ എടുത്തത് ബുക്ക് ഓഫ് ആമോസ് ആയിരുന്നു. ആമോസിലും നമ്മൾ ഇതിനകത്ത് കണ്ടതാണ്, ആമോസ് പഠിച്ചിട്ടും കണ്ടതാണ്, ടോട്ടൽ ഡിസ്ട്രക്ഷനും ഗ്ലൂമും എല്ലാം നമ്മൾ പറയുന്നത്. പക്ഷെ അതിനെക്കാട്ടിലുമൊക്കെ കാഠിന്യമായിട്ടായിരുന്നു സെഫന്യാ പ്രവാചകൻ തൻ്റെ പ്രവചനം നടത്തിയിരുന്നത്. നമ്മൾ ടൈം ലൈൻസ് കണ്ടു. ഇനി അവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഒന്ന് നോക്കാം. എന്തായിരുന്നു അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്തായിരുന്നു എൻ്റെ സെറ്റിംഗ്, സെഫന്യാ പ്രവാചകൻ്റെ നടന്നിട്ടുള്ള സെറ്റിംഗ് എന്തായിരുന്നു നോക്കാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ബ്രീഫായിട്ട് നോക്കിയിട്ട് നമുക്ക് ആക്ച്വൽ സ്റ്റഡിയിലോട്ട് നമുക്ക് കിടക്കാം. ഇറ്റ് വാസ് എ ടൈം ഓഫ് റിലേറ്റീവ് പീസ് ഇൻ ജുദയ. അങ്ങനെ യുദ്ധവും കെടുതികളും ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. എല്ലാവരും ശാന്തരായിട്ട് ജീവിക്കുകയായിരുന്നു. പക്ഷേ അവരുടെ ജീവിതം വളരെ മോശമായിരുന്നതാണ് നമുക്ക് ഈ പഠനത്തിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ബട്ട് ഇറ്റ് വാസ് എ ടൈം ഓഫ് റിലേറ്റീവ് പീസ്. അങ്ങനെ യുദ്ധവും ക്ഷാമവും കെടുതിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബാബിലോണിയൻ പവർ വളരെയധികം കൂടിയിരുന്ന സമയമായിരുന്നു ആ സമയത്ത്. അതായത് അസീരിയൻ എംപയർ വളരെയധികം ശോഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയും ബാബിലോണിയ വാസ് ദ ഡോമിനന്റ് പവർ ആ കാലഘട്ടത്തിലെത്ത് നമുക്ക് ഈ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഞാൻ നേരത്തെ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ കിങ് ജോസിയ നല്ലൊരു കിങ് ആയിരുന്നു. ആ സമയത്ത് വളരെയധികം നല്ല പരിഷ്കാരങ്ങൾ ആ സമയത്ത് നടത്താനായിട്ട് കിങ് ജോസിയ നടത്തി. വളരെ നല്ല പരിഷ്കാരങ്ങൾ നടത്തി. വിഗ്രഹാരാധന എല്ലാം എടുത്ത് കളഞ്ഞു. അതുപോലെ തന്നെ പാസ് ഓവർ സെലിബ്രേഷൻസ് എല്ലാം ഇവർ പെരുന്നാളുകളെല്ലാം ഇവർ നിർത്തി കളഞ്ഞതായിരുന്നു. എന്നാലും അതെല്ലാം ഈ ഹിൽക്കിയ എന്നുള്ള പ്രീസ്റ്റ് ഈ ലോ ഓഫ് മോസസ് ടെമ്പിളിൽ നിന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഈ കിങ് ജോസിയ റീഇൻസ്റ്റേറ്റഡ് ഓൾ ദ ഗുഡ് പ്രാക്ടീസസ് ആൻഡ് മേഡ് എ ലോട്ട് ഓഫ് റീഫോംസ് ഇൻ ദാറ്റ് ടൈം പീരിയഡ്. സോ ഇറ്റ് വാസ് എ ഗുഡ് ടൈം പീരിയഡ് ഫോർ ദ പീപ്പിൾ ദർ. നാലാമത്തെ പോയിന്റ് പറയുന്ന പോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി ഹിസ് റിഫോംസ് ഡിഡ് നോട്ട് ചേഞ്ച് ദ ഹാർട്ട് ഓഫ് ദ മോസ്റ്റ് ഓഫ് പീപ്പിൾ. കിങ് ജോസിയ വളരെയധികം ശ്രമിച്ചു തൻ്റെ ജുദിയ ജനത്തെ വീണ്ടും നല്ല വഴിക്ക് കൊണ്ടുവരാനും എല്ലാമായിട്ട് വളരെയധികം ശ്രമിച്ചു. പക്ഷെ എന്നാലും ആൾക്കാരുടെ ഹൃദയ കാഠിന്യ നിമിത്തവും അവരുടെ അത്രയ്ക്കുള്ള അഹങ്കാരവും എല്ലാ നിമിത്തവും ഇതൊന്നും ഈ റീഫോംസ് കിങ് ജോസിയ നടത്തിയതൊന്നും ഫലവത്തായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ലാസ്റ്റ് പോയിന്റായിട്ട് ഞാനവിടെ എഴുതിയിരിക്കുന്നത് ദ പീപ്പിൾ ടു ഹൂം സെഫനിയ മിനിസ്റ്റേർഡ് ഹാഡ് എ ലോങ് ഹിസ്റ്ററി ഓഫ് ഫോർമൽ റിലീജിയൻ വിതൗട്ട് മച്ച് റിയൽ കമ്മിറ്റ്മെന്റ് ടു ഗോഡ്. അത് റെഡിൽ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലും ഒരു വളരെയധികമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് ഇട്ടിരിക്കുന്നത്. അതായത് ജുദിയ രാജ്യം എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമായിരുന്നു. അവർക്ക് വളരെയധികം ലോങ് ഹിസ്റ്ററി ഓഫ് ഫോർമൽ റിലീജിയൻ ഉണ്ടായിരുന്നു. അവർ യഹോവ അവരുടെ ദൈവമായിരുന്നു, അവരെ ആരാധിക്കണമെന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ആ ജനങ്ങളൊന്നും അത് കൈക്കൊണ്ടില്ല. അവർ എന്നിട്ടൊന്നും ഇത്രയും ലോങ് ഫോർമൽ റിലീജിയൻ, അതായത് ഇത്ര പാരമ്പര്യമൊക്കെ അവകാശപ്പെട്ടിരുന്നാലും അവരതൊന്നും ചെയ്യാതെ അവർ ദൈവത്തിനെ വളരെ സൂപ്പർഫിഷ്യലായിട്ട് ആരാധിച്ചുകൊണ്ട് പോന്നിരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമുക്കന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടായിരുന്നു ദൈവം അവർക്കെതിരെ വളരെ ശക്തമായ പ്രവചനം നടത്തിയത്. ഈ പോയിന്റ് ഇപ്പോഴും പറയാനായിട്ട് ഞാൻ റെഡിൽ കാണിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റെലവൻസ് ഇത് പഠിച്ചപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ തന്നെയല്ലേ. നമുക്ക് ഒരുപാട് വളരെയധികം പാരമ്പര്യമൊക്കെ പറയാനുണ്ട്. സുറിയാനി പാരമ്പര്യവും അതൊക്കെ വളരെയധികം പറയാനൊക്കെ ഉണ്ട് നമുക്ക്. തോമസ് ലീഗ നേരിട്ട് നമ്മളെ ക്രിസ്ത്യാനികളാക്കിയതാണെന്ന് വരെ ദൈവത്തിൻ്റെ അപ്പോസ്തലൻ എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഡു വി ഹാവ് ദ റിയൽ കമ്മിറ്റ്മെന്റ് ടു ഗോഡ്? അതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ മുന്നിലായിട്ട് വരേണ്ടതായിട്ടുള്ളത്. അതായത് പാരമ്പര്യമൊക്കെ ശരിയാണ്, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ പുറകെ മാത്രം പിടിച്ചുകൊണ്ടിരുന്നത് യാതൊരു കാര്യവും നടക്കത്തില്ല. ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേലുണ്ടാകുമെന്ന് ഈ ബുക്ക് ഓഫ് സെഫന്യ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഓൾഡ് ടെസ്റ്റമെന്റിലൂടെ. അത് തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പോയിന്റിലേക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പാരമ്പര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, വി ഹാവ് ടു ബി റിയലി കമ്മിറ്റഡ് ടു ഗോഡ്. ആ ഒരു പോയിന്റാണ് സെഫനിയയുടെ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും റെലവൻ്റ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് അത് അവിടെ റെഡിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബുക്ക് ഓഫ് സെഫനിയ പഠിക്കാനായിട്ട് തുടങ്ങാം. സൈസൈഡ് ഇറ്റ്സ് ഓൺലി 3 ചാപ്റ്ററേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വളരെ വേഗം തന്നെ നമ്മുടെ സ്റ്റഡി കഴിയും. 2 വീഡിയോയും ഞാൻ ഇതിലൂടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കിഡ്സിന് വേണ്ടിയിട്ട്. അത് കിഡ്സിന് വേണ്ടി എന്ന് പറഞ്ഞാലും അത് ഇറ്റ്സ് ആക്ച്വലി നോട്ട് മെന്റ് ഫോർ കിഡ്സിനുള്ള കാർട്ടൂൺ അങ്ങനെയൊന്നുമല്ല. It's a proper study of the book of Zephaniah presented in a very short format, but it's in English so that the children can also follow it very easily. ബുക്ക് ഓഫ് സെഫനിയ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഗുഡ് ന്യൂസ് ബൈബിളിൽ 3 ആയിട്ടാണ് അവർ കണ്ടൻസ് അതിൻ്റെ ഹെഡിങ്സ് ചെയ്തിട്ട് സ്റ്റഡി ആയിട്ട് വെച്ചിരിക്കുന്നത്. The first section is from chapter 1 to
chapter 2 verse 3. അതായത് രണ്ടാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വരെയുള്ളൂ ഫസ്റ്റ് സെക്ഷൻ. അത് ഡേ ഓഫ് ദ ലോർഡ്സ് ജഡ്ജ്മെന്റ്, കർത്താവിന്റെ ദിവസം, അതാണ് അവര് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത്. ഡേ ഓഫ് ദ ലോർഡ്സ് ജഡ്ജ്മെന്റ് ഇസ് എ റിക്കറിംഗ് തീം ഇൻ ദിസ് ബുക്ക് ഓഫ് സെഫനൈയ. വളരെയധികം പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ഡേ ഓഫ് ദ ലോർഡ് വരുമ്പോൾ, അത് കർത്താവിന്റെ ദിവസം വരുമ്പോൾ നിങ്ങൾ ടോട്ടലി നശിച്ചു പോകും, അവന്റെ ജഡ്ജ്മെന്റിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറയുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ മുഴുവനും. 2-ാം ചാപ്റ്ററിന്റെ 3-ാമത്തെ വാക്യം വരും. അതൊന്ന്. പിന്നെ രണ്ടാമത്തത് ദ ഡൂം ഓഫ് ഇസ്രായേൽസ് നെയ്ബേഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സെഫന്യ പ്രവചനം നടത്തിയിരുന്നത് ഇസ്രായേലിനെ മാത്രം എഗൻസ്റ്റ് ആയിട്ടല്ലായിരുന്നു, എല്ലാ ലോകത്തിലുള്ള എല്ലാ രാജ്യക്കാർക്കും എതിരായിട്ടും സെഫന്യ പ്രവചനം നടത്തിയിരുന്നു. കാരണം അത്രയ്ക്കും ദേഷ്യമായിരുന്നു കർത്താവിന് ഇസ്രായേൽക്കാരോട് മാത്രമല്ല മറ്റുള്ള എല്ലാവരോടും. അപ്പോൾ ചാപ്റ്റർ 2 വേഴ്സസ് 4 തൊട്ട് ചാപ്റ്റർ 2 വേഴ്സസ് 15 വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ലോകത്തിലുള്ള ബാക്കിയുള്ള രാജ്യങ്ങളുടെ എഗൻസ്റ്റ് ആയിട്ടും പ്രവചനം നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ സ്ലൈഡ്സ് വരുമ്പോൾ നോക്കാം, ഏതൊക്കെ രാജ്യങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് അങ്ങനെ ആ രാജ്യങ്ങളെ മാത്രം ചൂസ് ചെയ്തത് എന്നുള്ളത്. പിന്നെ ചാപ്റ്റർ 3, പിന്നെ അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ 3 വേഴ്സസ് 1 to വേഴ്സസ് 20, ഫുൾ ചാപ്റ്റർ 3 ആസ് ഐ സെഡ് ഇറ്റ്സ് എ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇതിനെ കാണുന്നത്. സെഫന്യ പ്രവചനത്തിലെ ടോട്ടൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ കാണുന്നത്. അതായത് ഡേ ഓഫ് ഹോപ്പും ഡേ ഓഫ് റിഡംഷനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതായത് യെരുശലേം നശിച്ചു പോയാലും യെരുശലേം എന്തുകൊണ്ട് തിരിച്ചു വരും, യെരുശലേമിനുള്ള പ്രത്യാശ, റിഡംഷൻ, അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. 3-ാം ചാപ്റ്ററിന്റെ 3rd ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് വേഴ്സ് 14 to 20 ഒക്കെ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഹോപ്പ്, ചാപ്റ്റർ 3 ഇസ് എ ഹോപ്പ് ഓഫ്, ഇറ്റ് സ്പീക്സ് ഓഫ് ദ ഹോപ്പ് ഫോർ ദ മാൻകൈൻഡ് ഓൾസോ പറയുന്നുണ്ട്. ഇതാണ് 3 സെക്ഷൻസ് of the book of Zephaniah. If, as I said, we'll see a short video of 5 minutes, which will hopefully give you a brief introduction. And a video but it is a good video in which we can see that the book of Zephaniah broad at area. Then we'll go into detailed slides. Let's see first. The book of the prophet Zephaniah. Zephaniah lived during the final decades of the southern kingdom of Judah. It was when King Josiah had attempted to bring about real change in the land by removing idols and restoring the temple to the worship of Israel's God alone. But Israel was just too far gone. Worshipping other gods was too entrenched in the life of the people, and it ended up that Josiah's pride led him to a tragic death on the battlefield as he set Jerusalem on a collision course with Babylon. And Zephaniah, he had seen all of this coming. For years, he had been warning the leaders of Jerusalem. And this little book is a collection of his poetry summarizing his message. It's designed to have 3 main parts. The first focuses on the day of the Lord's judgment coming on Judah and Jerusalem. The second part is about the day of the Lord's judgment on the nations and Jerusalem again. And then the third section explores the hope that remains for the nations and for Jerusalem on the other side of God's judgment. The first section opens with this shocking reversal of Genesis 1. So God's good, ordered world is going to descend back into disorder and darkness and chaos, becoming uninhabitable once again. And as you keep reading, you realize Zephaniah is developing all of these powerful poetic images to describe how Jerusalem's world is going to end. All of the city's institutions for worshiping the gods of the Canaanites will be destroyed. All the leaders who perpetrated injustice, all the economic centers where crooked lending and borrowing took place, all of it will be gone along with the city's walls. Zephaniah develops these almost apocalyptic images to show the significance of what's going to happen. It all refers to a great army that is coming to take out Jerusalem. Now it's interesting that Zephaniah never mentions whose army God's going to use to bring this judgment. Now we know from the other prophets, Micah or Habakkuk, that it's Babylon. But Zephaniah never mentions that. And it's because he wants to highlight God's role in orchestrating the rise and fall of the city. And actually that's what gives Zephaniah hope. Not that Jerusalem as a whole can avoid its fate, but in the closing poem of section 1, he calls on anyone in Jerusalem who would seek the Lord. And he says these will make up the faithful remnant, the people who could be spared if they repent. In the second section, Zephaniah widens his focus to include the nations around Judah. So the Philistines, the Moabites, the Ammonites, even the Assyrians. He accuses all of them of corruption and violence and arrogance,
and he predicts that all of them will fall before Babylon too. And what's shocking is that the final people group targeted in this section are the Israelites in Jerusalem. It's like the leaders and prophets and priests of Israel are so corrupt and violent, so estranged from their God, that he doesn't even recognize them as his people anymore. And so this section ends with God's final decision. He says he's going to gather up all the nations, including Jerusalem, and pour out his burning indignation. God's justice becomes this consuming fire that devours evil from the land, which is really intense. And so the following line that brings us into the final part of the book comes as a total surprise. We discover that this burning fire of divine judgment is not aimed at destroying people. Rather, its purpose is to purify the nations, including Jerusalem. So the section begins as God says that he's going to heal and transform the rebellious nations into one unified family. And that after being purified, they're going to turn from their evil and call upon the name of the Lord. These images point to the fulfillment of God's promise to Abraham, all the way back in Genesis 12, that God would find a way to bless the nations, and Jerusalem as well. The conclusion of the book focuses on the restoration of the city at the center of the nation. God's presence is there in the restored city, along with that faithful remnant that's been humbled and transformed by God's mercy. And they're called to sing and rejoice. And then in this striking image, we're told that God is the poet who wants to sing too. Your God will live among you, and he will celebrate you with songs of joy, Zephaniah says. The closing poem of the book ends with these very powerful images about God gathering up into his family the outcast and the poor and the broken, where he exalts them into a place of honor. And that's how the book ends. This little book of Zephaniah, it contains some of the most intense images of God's justice and love that you find anywhere in the prophets. His justice is about his passion to protect and to rescue his world from the horror of human evil and violence. God won't tolerate the horrible things that humans do to each other and to his world. But he brings this justice in order to restore, in order to create a world where people can flourish in safety and peace because of his love. And so Zephaniah forces us to hold together these two aspects of God's character, his justice and his love. And he wants us to discover that together they contain the future hope of our world. And that's what the book of Zephaniah is all about. So let's go to the first section of the book of Zephaniah, the day of the Lord's judgment, which is from the first chapter till verse 3 of the second chapter. As we saw there in the video, there is a slight difference between in which how they have categorized the three sections and how the Good News Bible has categorized the three sections. But we'll just follow the Good News Bible section as this pertains to the day of the Lord's judgment in this section. ഈ ഡേ ഓഫ് ദ ലോർഡിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത്. ഇറ്റ് ഇസ് എ റെക്കറിംഗ് തീം ഇൻ ദ ബുക്ക് ഓഫ് സെഫനയ. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ദൈവത്തിൻ്റെ ആ ജഡ്ജ്മെൻറ്റ് ഡേനെ കുറിച്ചും നമ്മൾ വിധി പ്രഖ്യാപിക്കുന്ന ദിവസമൊക്കെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുന്നത്, എസ്പെഷ്യലി വെളിപാട് പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു പേടിയും ഭീതിയും ദൈവജനത്തിന് വരണം എന്ന് സെഫനിയ വളരെ കർശനമായിട്ട് തൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഈ ദൈവത്തിൻ്റെ ഈ അവസാനത്തെ ദിവസത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയമില്ലാത്തത്? നിങ്ങളിങ്ങനെ നശിച്ച് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി എന്താകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം വരാൻ പോകുന്ന വലിയ വിപത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്നെല്ലാം കുറിച്ച് വളരെയധികം വ്യാകുലപ്പെടുന്നുകൊണ്ട് വളരെയധികം അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ബുക്ക് ഓഫ് സെഫനിയയിലെ ആദ്യത്തെ ചാപ്റ്റർ. നിങ്ങൾ എങ്ങനെ നശിക്കും, ദൈവം നിങ്ങളുടെ മേൽ വരുത്തുവാൻ പോകുന്ന ആ ശിക്ഷാവിധി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ബുക്കിൽ. പിന്നെ ഈ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരു ഡൂം ആൻഡ് ഗ്ലൂമും അല്ല. ആ സെക്കൻഡ് പോയിന്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ it is a specific period of time in which God
intervenes to save and to judge. അതായത് വിധി പ്രഖ്യാപിക്കുക മാത്രമല്ല, വിധി പ്രഖ്യാപിച്ച ശേഷം നമ്മുടെ മനുഷ്യരാശിക്കുള്ള ഒരു രക്ഷനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ജഡ്ജ്മെന്റ് നടത്തിയ ശേഷം പിന്നെ വരുന്നത് ദൈവരാജ്യമാണ്. അപ്പോൾ ആ ദൈവരാജ്യത്തിൽ നമുക്ക് രക്ഷ നേടണമെങ്കിൽ നമുക്ക് ഹോപ്പ് ഉണ്ട്, നമുക്ക് റിഡംഷൻ ഉണ്ട്. അതാണ് ചാപ്റ്റർ 3 പറയുന്നത്. സോ ഡേ ഓഫ് ദ ലോർഡ് ഇസ് നോട്ട് എ ഡേ ഓഫ് ഡൂം ആൻഡ് ഗ്ലൂം ഓൾ അലോങ്. It is a day of hope and redemption also. It's a day on which God judges and also God saves. So it is both hope and redemption and judgment day also. So that is the second point what I've written there. And also the third point again, it elaborates on what the day of the Lord is going to be. It is the beginning of the future establishment of God's rule. അതായത് ദൈവരാജ്യം വരുന്ന ദിവസം കൂടിയാണ് ഈ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. പിന്നെ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദർ ടിൽ ദി എൻഡ് ഓഫ് ദ വേൾഡ്. അതായത് ടിൽ ദി എൻഡ് ഓഫ് ടൈം ആസ് യു കൻ സീ, വിച്ച് വിൽ ലാസ്റ്റ് ഫോർ എവർ എന്നാണ് പറയുന്നത്. ദൈവരാജ്യം വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദൈവത്തിന്റെ വരവെങ്കിൽ ദൈവരാജ്യം ലോകത്തിൽ സ്ഥാപിക്കുകയും പിന്നീട് ദൈവരാജ്യം തന്നെയായിരിക്കും പിന്നെയുള്ള കാലഘട്ടങ്ങളിൽ മുഴുവനായിട്ടും. സോ ഇറ്റ് ഇസ് എ ഡേ ഓഫ് ഹോപ്പ് ആൻഡ് റിഡംഷൻ ഓൾസോ ഫോർ ദ എൻറ്റയർ മാൻകൈൻഡ്. പക്ഷേ അതിന് മുമ്പായിട്ട് വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന വളരെയധികമായിട്ടുള്ള നാശവും ആ ജഡ്ജ്മെന്റിനെ കുറിച്ചുമൊക്കെ ഡേ ഓഫ് ദ ലോർഡിന് ഈ ബുക്ക് ഓഫ് സെഫനായിൽ അവർ പറയുന്നുണ്ട്. And the last point again makes it clear that it is not only punitive, അതായത് പണിഷ്മെന്റ് മാത്രമല്ല കിട്ടുന്നത്, ബട്ട് ഇറ്റ് ഹോൾഡ്സ് എ പ്രോമിസ് ഓഫ് ഷെൽട്ടർ ഫോർ ദോസ് ഹു സീക്ക് ഹിം. ദൈവത്തിലേക്ക് തിരിയുന്നവർക്ക് ഒരു ഷെൽട്ടറും കൂടെ ഈ ഡേ ഓഫ് ദ ലോർഡിൽ നമുക്ക് ലഭിക്കുമെന്ന് സെഫന്യ പറയുന്നുണ്ട്. ചാപ്റ്റർ 1 till ചാപ്റ്റർ 2 പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ബ്രീഫായിട്ട് എന്താണ് ആ ഡേ ഓഫ് ദ ലോർഡിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ആസ് ഐ സെഡ്, ദ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ ആണ് പറയുന്നത്. അപ്പം ഡിസ്ട്രക്ഷൻ ഓഫ് എവറിത്തിങ് ഓൺ എർത്ത് ഈസ് ബീങ് പ്രൊഫസൈസ്ഡ് ബൈ സെഫനിയ ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ. ഹ്യൂമൻ ബീങ്സ്, അനിമൽസ്, ബേർഡ്സ്, ഫിഷ് എല്ലാം സകലതും നശിക്കുമെന്നാണ് സെഫനിയ പറയുന്നത്. ഒരു സാധനം പോലും അവശേഷിക്കത്തില്ല. നോട്ട് എ ട്രേസ് ഓഫ് എനിത്തിങ് വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. സോ ദാറ്റ് ഈസ് ദി കൈൻഡ് ഓഫ് മിസറി ദാറ്റ് ഈസ് ഗോയിങ് ടു കം അപ്പോൺ ദി നേഷൻസ് വെൻ ദ ഡേ ഓഫ് ദ ലോർഡ് കംസ് എന്നാണ് സെഫന്യ പ്രവാചകൻ പറയുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ 7ാമത്തെ വാക്യം ഒരു കീ വേഴ്സ് ആയിട്ട് ചില കമന്റേറ്റേഴ്സ് പറയുന്നുണ്ട്. അതാണ് ഞാൻ സെക്കൻഡ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ജഡ്ജ്മെന്റ് ഡേ ഈസ് നിയർ വെൻ ദ ലോർഡ് വിൽ സിറ്റ് ഇൻ ജഡ്ജ്മെന്റ്, സോ ബി സൈലന്റ് ഇൻ ഹിസ് പ്രസൻസ്. ആ സെയിം ബൈബിളിലെ സെയിം വേഴ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, വേഴ്സ് 7 എന്ന് പറയുന്നത്. സോ ബി സൈലന്റ് ഇൻ ഹിസ് പ്രസൻസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലേ. നമ്മൾ ദൈവം തൻ്റെ വിധി പ്രഖ്യാപിക്കുവാനായിട്ട് ഇരിക്കുവാണ്. സോ വി ഷുഡ് ബി സൈലന്റ് ഇൻ ഹിസ് പ്രസൻസ്. അത്രയ്ക്കും നമ്മൾ ഭയഭക്തിയോടുകൂടി ആ ദിവസത്തെ കാണണമെന്നാണ് അതിലൂടെ പ്രതിപാദിക്കാനായിട്ട് ശ്രമിക്കുന്നത്. വി ഷുഡ് ഓൾവേസ് ബി ഷോയിങ് സോ മച്ച് ഓഫ് റെഫറൻസ് ടു ദാറ്റ് ഡേ. സോ വി ഷുഡ് ഓൾവേസ് ബി വെരി കെയർഫുൾ ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേ എന്നാണ് പറയുന്നത്. സോ അതൊരു ചാപ്റ്റർ 1 ഒരു കീ വേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് വേഴ്സ് ചാപ്റ്റർ 1 വേഴ്സ് 12 ഫസ്റ്റ് സെക്ഷനിലെ ചാപ്റ്റർ 12 The Lord will take a lamp and search Jerusalem and punish the people who are self-satisfied and confident. The Lord will take a lamp. എന്തിനാണ് ദൈവം ഒരു വിളക്ക് എടുത്തുകൊണ്ട് ജെറുസലേമിൽ പോയി തപ്പുന്നതെന്ന് നമ്മൾ ചോദിക്കും. This signifies that no one will be able to escape the wrath of God's judgment. അതായത് ഒരാൾക്ക് രക്ഷയില്ല. അതായത് ഒരു വിളക്കെടുത്തുകൊണ്ട് പോയി എല്ലാവരെയും ഞാൻ പിടിക്കും, എല്ലാവരെയും ആര് ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ പിടിക്കും എന്നുള്ളത് കുറച്ചും കൂടെ എടുത്തു കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ പർട്ടിക്കുലർ വേഴ്സ്, ആ പർട്ടിക്കുലർ ഫ്രേസിയോളജി അവിടെ പ്രവാചകനിലൂടെ ദൈവം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വിളക്കെടുത്തുകൊണ്ട് ഞാൻ നോക്കും എന്നാണ് എന്നാണ് പറയുന്നത്. സോ വേഴ്സ് 7 and verse 12 in chapter 1 is quite significant in the book of Zephaniah. So be silent in his presence. ജഡ്ജ്മെന്റ് ഡേ വരുമ്പോൾ നമ്മൾ വളരെ ഭയഭക്തിയോടുകൂടി ഇരിക്കണം. രണ്ടാമത്തത്, the Lord will take a lamp and search Jerusalem to punish the people who did not obey him. അതായത് നീ എവിടെ പോയി ഒളിച്ചിരുന്നാലും നിനക്ക് രക്ഷയില്ല. You have to be careful. You cannot escape God's wrath if you are not following his word എന്ന് കൃത്യമായിട്ട് ആ 2 വേഴ്സിലും കൂടി നമ്മൾ പറയുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, പിന്നെ നമ്മൾ ചാപ്റ്റർ 2 വേഴ്സ് 3 പോകുമ്പം ദൈവത്തിലേക്ക് തിരിയുവാനായിട്ട് സെഫന്യ പറയുന്നുണ്ട്. സെഫന്യ urges the people to turn to the Lord and do what is right and to humble themselves before the Lord. Perhaps there is a chance that they will escape punishment on that fateful day. അപ്പോൾ ചാപ്റ്റർ 2 എത്തുമ്പോഴത്തേനും പിന്നെ കുറച്ചും കൂടെ ഒന്ന് മയപ്പെടുവാണ്. ആ ലാംഗ്വേജ് ഒന്ന് കുറച്ചും കൂടെ മയപ്പെട്ടിട്ട് പറയുവാണ്, നിങ്ങൾക്ക് ചിലപ്പം ചാൻസ് കാണും
നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ആ പണിഷ്മെന്റ്, നിങ്ങൾക്ക് ആ ഫീറ്റ്ഫുൾ ഡേയിൽ, ആ ഡേ ഓഫ് ദ ലോഡ് വെൻ ദ ലോഡ് സിറ്റ്സ് ഇൻ ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് ഹംബിൾ യുവർ സെൽഫ് ആൻഡ് ടേൺ ടു ദ ലോഡ് എന്ന് സെഫനിയ അവരോട് ജനത്തോട് പ്ലീഡ് ചെയ്യുവാണ്. സോ ദിസ് സിഗ്നിഫൈസ് ദാറ്റ് ദർ ഇസ് ഓൾവേസ് ഹോപ്പ് ഫോർ സിന്നേഴ്സ്. ആ ഹോപ്പ് ഞാൻ റെഡിൽ കൊടുത്തിരിക്കുന്നതാണ്. അതായത് ഒരു പ്രത്യാശ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ദൈവം എത്ര വളരെ ഹാർഷായിട്ട് നമ്മളെ ജഡ്ജ് ചെയ്താലും യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് എപ്പോഴും ഒരു ഹോപ്പ് തരുന്നുണ്ട്. ആ ഹോപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ആ കീ പോയിന്റ് ആയിട്ട് അത് അവിടെ ചാപ്റ്റർ 2 വേഴ്സ് 3 അവർ ചാപ്റ്റർ 2 എത്തുമ്പോൾ നമ്മൾ പറയുന്നത് ലാംഗ്വേജ് ഇസ് ലിറ്റിൽ ബിറ്റ് മോർ സോഫ്റ്റ് ആൻഡ് ഓൾസോ Zephaniah gives people a chance, or gives people an idea as to how they might escape the wrath of God's judgment. അതും പറയുന്നുണ്ട്. So there is always hope for us sinners through Jesus Christ. നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് യേശുക്രിസ്തുവിലൂടെ പാപികൾക്ക് എപ്പോഴും ഒരു പ്രത്യാശയും ഹോപ്പും ഉള്ള മെസ്സേജും കൂടെ നമ്മൾ ഈ ചാപ്റ്റർ 2 നമ്മൾ കാണുന്നു. ഇനി നമ്മൾ സെക്കൻഡ് സെക്ഷനിലോട്ട് പോകണം. ഫസ്റ്റ് സെക്ഷൻ വളരെ ബ്രീഫായിട്ട് അത്ര മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. ആസ് ഐ സെഡ്, ദിസ് ഇസ് എ വെരി സ്മോൾ ബുക്ക് containing only 3 chapters, and ഓരോ ചാപ്റ്ററും ഇറ്റ്സ് നോട്ട് ലോങ് ചാപ്റ്റേഴ്സ്. ഇറ്റ്സ് ഹാർഡ്ലി 18 to 20 verses per chapter. സോ അതിൽ കൊടുത്തിരിക്കുന്ന കീ വേഴ്സസ് മാത്രമായിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ദാറ്റ് ഇസ് വൈ ദിസ് ബുക്ക് മൈറ്റ് ബി എ ലിറ്റിൽ ബിറ്റ് മോർ ഷോർട്ടർ ടു ബി സ്റ്റഡീഡ് ദാൻ അതേഴ്സ്. കൂടുതലായിട്ട് നമ്മൾ മെറ്റീരിയൽ അതിനകത്ത് നമ്മൾ നോക്കുന്നില്ല കൂടുതലായിട്ട്. പിന്നെ നമ്മളിപ്പോൾ സെക്കൻഡ് സെക്ഷനിലോട്ട് വരുവാണ്. സെക്കൻഡ് സെക്ഷനിലോട്ട് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദൈവം തൻ്റെ പ്രവചനം നടത്തുന്നത് ജുദായയ്ക്ക് അല്ലെങ്കിൽ യെരുശലേമിലേക്ക് എഗൻസ്റ്റ് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യക്കാർക്കും എഗൻസ്റ്റ് ആയിട്ട് പ്രവചനം നടത്തുകയാണ് സെഫന്യ. അപ്പോൾ സെഫന്യ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യക്കാർ നിങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരും ഈ ഡേ ഓഫ് ദ ലോഡിൽ അല്ലെങ്കിൽ ഈ ജഡ്ജ്മെന്റ് ഡേയിൽ നിങ്ങൾ സഹിക്കാൻ പോവുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളും ശ്രദ്ധിച്ചിരുന്നു. അതായത് ഞാൻ ഈ പ്രവചനം നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ എനിമീസ് ആയിട്ടുള്ള ഇസ്രായേലിന് എഗൻസ്റ്റ് ആയിട്ടാണെന്ന് മാത്രം കരുതി നിങ്ങൾ സന്തോഷിച്ചൊന്നും ഇരിക്കേണ്ട. നിങ്ങൾക്കെതിരെയും കൂടിയാണ് ഇത് പറയുന്നത്. നിങ്ങളും ദൈവത്തിനെതിരെ തിരിഞ്ഞ് ദൈവത്തിൻ്റെ ജനത്തെ നിങ്ങൾ ദുഷിക്കുന്നു, ദൈവത്തിന് എഗൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾക്കും രക്ഷയില്ല എന്ന് വളരെ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജാണ് സെഫന്യ പ്രവാചകൻ അന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ ചാപ്റ്റർ 2 വേഴ്സസ് 4 തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അത് വളരെ സിംബോളിക് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന സെഫന്യ പ്രവചനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഹി സെലക്ടഡ് നേഷൻസ് ദാറ്റ് ലീവ്ഡ് ഇൻ 4 ഡയറക്ഷൻസ്. 4 ദിക്കുകളിൽ, അതായത് ജുദായുടെ യെരുശലേമിന്റെ 4 ഡിഫറെന്റ് ദിക്കുകളിലേക്കുള്ള 4 അല്ലെങ്കിൽ 5 രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് സെഫന്യ പ്രവാചകൻ അവർക്കെതിരെ പ്രവചനം നടത്തുന്നത്. അതായത് ഫിലിസ്തീയ, വെസ്റ്റ് ഓഫ് ജുദയ, ഫിലിസ്തീയ ദേശത്തിന് എതിരൻസ്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഫിലിസ്തീയ ദേശമേ നീ നശിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈസ്റ്റ്, കിഴക്കില് മോവാബ് ആൻഡ് അമോൺ, ഈ 2 രാജ്യക്കാരുടെ പേരെടുത്ത് പറയുന്നുണ്ട് സെഫന്യ പ്രവാചകൻ. നീ ഈ 2 രാജ്യം മോവാബ് ആൻഡ് അമോൺ നിങ്ങളെ നശിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ നശിക്കും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ സൗത്ത് ഭാഗത്തായിട്ട് എത്യോപ്യയുടെ പേര് എടുത്ത് പറയുന്നുണ്ട്. ഒരു വാചകമേ പറയുന്നുള്ളൂ. The Lord will also put the people of Ethiopia ഒറ്റ വാചകമേ പറയുന്നുള്ളൂ. ചാപ്റ്റർ 2 വേഴ്സ് 12 പറയുന്നത്. എത്യോപ്യ എന്ന് പറയുന്ന രാജ്യം ആ കാലത്ത് സൗത്ത് ഓഫ് ജുദയായിട്ടാണ് കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്, ആ കാലഘട്ടം സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നു. കൂടാതെ പിന്നെ നോർത്തിൽ അസീരിയ രാജ്യത്തെക്കുറിച്ച് പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നതും അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ യെരുശലേമിന്റെ 4 ഡിഫറെന്റ് ദിക്കുകളിലുള്ള രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ഓരോരോ രാജ്യത്തിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളെ നശിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ സിംബോളിക് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് all over the world there is going to be destruction when the day of the Lord is coming. Judgment day, the whole world is going to suffer this punishment. This whole world is going to suffer this judgment എന്നാണ് പറയുന്നത്. And his prophecies about the nations again reminded the Judeans that the Lord was sovereign over all the earth and he was not singling out Judea alone. അപ്പം ജുദയക്കാർ വിചാരിക്കും ഞങ്ങൾക്കെതിരെ മാത്രം എന്താണ് ഈ സെഫന്യ പ്രവാചകൻ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മോശക്കാരായിട്ടുള്ളതെന്ന് അവർ വിചാരിക്കരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും സെഫന്യ പ്രവാചകൻ മറ്റുള്ള രാജ്യക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ടും പറഞ്ഞതെന്ന് നമ്മൾ ഈ കമന്ററിയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം യെരുശലേം നിവാസികൾക്ക് മനസ്സിലാകും, അതായത് അവർ ലോഡ്, അതായത് അവരുടെ ദൈവം എന്ന് പറയുന്നത് യെരുശലേമിലെ മാത്രം ദൈവമല്ല, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും ദൈവമാണ്. അവർക്കെതിരെ വിധി പറയുവാനും ആ ദൈവത്തിന് അധികാരമുണ്ട് എന്ന്
സെഫന്യ പ്രവാചകനിലൂടെ ഒരു മെസ്സേജ് യഹൂദ ദേശത്തെ ജനങ്ങൾക്കും കൂടെ കൊടുക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത് സെക്കൻഡ് ചാപ്റ്റർ എത്തുമ്പം ദ നേഷൻസ് എഗൻസ്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റിലൂടെ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ആ 4 രാജ്യക്കാരുടെ എന്താണ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ആ ചാപ്റ്റർ 2 15 വേഴ്സസേ ഉള്ളെങ്കിൽ പോലും വളരെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഓരോ രാജ്യക്കാരും എങ്ങനെയാണ് അവരുടെ മേലെ നാശം വരാൻ പോകുന്നതെന്ന്. ആദ്യം നമ്മൾ പറഞ്ഞത് ഫിലിസ്തീയ ദേശത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പ്രവാചകൻ പറയുന്നത്. ആ ഫിലിസ്തീയ ദേശത്ത് തന്നെ 4 നഗരങ്ങളുടെ പേരെടുത്ത് സെഫന്യ പ്രവാചകൻ പറയുന്നുണ്ട്. ഗാസ, അഷ്കലോൺ, അഷ്ദോദ്, എക്രോൺ. ഈ 4 സിറ്റികളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സോ ആ ഫിലിസ്തീയ ദേശത്തിന്റെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ കാണിക്കുവാനായിട്ട് ഈ 4 നഗരങ്ങളുടെ പേരെടുത്തിട്ട് പറയുന്നു. വെസ്റ്റ് ഓഫ് ജുദയ കിടക്കുന്ന ഫിലിസ്തീയ ദേശത്തിന് അഗൻസ്റ്റ് ആയിട്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട്, ബി പോയിന്റ് ആയിട്ട് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്ത് പീപ്പിൾ ഓഫ് ജുദയ ഹു സർവൈവ് ദ റാത്ത് ഓഫ് ദ ലോർഡ് വിൽ ഓക്യുപ്പൈ ദർ ലാൻഡ്. അതായത് ഈ ഫിലിസ്തീയ ദേശം ഈ ജുദയൻസ് അതായത് ഇസ്രായേലിറ്റ്സ് വന്നിട്ട് അവർക്ക് ഈ ദേശം എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഹു സർവൈവ് ദ റാത്ത് ഓഫ് ദ ലോർഡ്. അതിന് നമുക്കൊരു ചെറിയൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നും. കാരണം ഫസ്റ്റ് ചാപ്റ്റർ മൊത്തം നിങ്ങൾ മൊത്തമായിട്ട് നശിക്കാൻ പോവുക, നിങ്ങൾ ആരും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് വളരെ കർശനമായിട്ട് പ്രവചിച്ച ശേഷം രണ്ടാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ പറയുന്നത് there is a chance that there may be some people who might survive the wrath of the Lord who are resident in Judea. അങ്ങനെയുള്ളവർ വന്നിട്ട് ഈ ഫിലിസ്തീയ ദേശത്ത് വന്നിട്ട് അത് ആ ദേശത്ത് അതായത് ഈ ഗാസ, അഷ്കലോൺ, അഷ്ദോദ്, എക്രോൺ എന്നുള്ള 4 നഗരങ്ങളിലും വന്നിട്ട് അവരുടെ ആ നഗരങ്ങൾ കീഴടക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതൊരു പക്ഷെ നമുക്ക് ഒരു പ്രത്യാശ കൈവിടരുത് എന്ന് വ്യാഖ്യാനിക്കാനായിട്ട് എന്ന് നമുക്ക് ഒരുപക്ഷെ വ്യാഖ്യാനിക്കാമായിരിക്കും. പ്രത്യാശ കൈവിടേണ്ട ആവശ്യമില്ല. ഇത്രയും കർശനമായിട്ടുള്ള ന്യായവിധി നമ്മുടെ മേൽ വരുമെന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് എന്നാണ് സെഫന്യ പ്രവചനത്തിന്റെ സെക്കൻഡ് ചാപ്റ്ററിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പീപ്പിൾ ഓഫ് ജുദയ ഹു സർവൈവ് ദ റാത്ത് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് മോവാബ് ആൻഡ് അമ്മോണിനെ കുറിച്ച്, അതായത് ഈസ്റ്റ് ഓഫ് ജുദയ കിഴക്ക് ഉള്ള മോവാബ് ആൻഡ് അമ്മോൺ എന്നുള്ള ദേശങ്ങളെ കുറിച്ച് പറയുന്നത് സൊദോമും ഗൊമോറയും നശിച്ചതുപോലെ നശിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒന്നാം ഓൾഡ് ടെസ്റ്റമെന്റിൽ നമ്മൾ സൊദോം ഗൊമോറയെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ലോട്ടിന്റെയും അബ്രഹാമിന്റെയും കാലഘട്ടത്തിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അവർക്ക് വന്നിരുന്ന ആ നാശത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അത്രയ്ക്ക് നശിച്ചു പോയ രാജ്യമാണ് സൊദോം ആൻഡ് ഗൊമോറ. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നത് വളരെ ശപിക്കപ്പെട്ട ദേശങ്ങളെന്ന് പറയുന്നത്. അതുപോലെ നാശം വധിക്കാൻ പോകുന്ന ദേശങ്ങളാണ് ഈ മോവാബ് ആൻഡ് അമ്മോൺ. അവരുടെ കുറ്റം എന്തായിരുന്നു? അവർക്ക് വളരെ അധികം അഹങ്കാരം ഉണ്ടായിരുന്നു. ദേ വർ വെരി പ്രൗഡ് പീപ്പിൾ ആൻഡ് ദേ വർ വെരി അറഗന്റ് ആൻഡ് ദേ ഇൻസൾട്ടഡ് ദ പീപ്പിൾ ഓഫ് ദ ലോർഡ്. അതാണ് സെഫന്യ പ്രവാചകൻ കാരണമായിട്ട് പറയുന്നത്. ബൈബിളിൽ പറയുന്നുണ്ട് സെഫന്യ പ്രവാചകൻ എന്തുകൊണ്ടാണ് ഈ മോവാബ് ആൻഡ് അമ്മോണിനെ കുറിച്ച് പറയുന്നത്. യു വിൽ ബി പണിഷ്ഡ് ഫോർ യുവർ പ്രൈഡ്. നിങ്ങളുടെ വളരെയധികം അഹങ്കാരം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ദൈവത്തിന്റെ ആളുകളെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്തു. അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ശിക്ഷാവിധിയാണ് ഞാൻ നിങ്ങളുടെ മേലെ വരുത്താനായിട്ട് പോകുന്നതെന്ന് ദൈവം അവരുടെ മേലെ പറയുന്നു. ആൻഡ് ഹി അഗൈൻ gives the same message as ഫിലിസ്തീനെ പറഞ്ഞ പോലെ തന്നെ the Lord's people who survive, അതായത് ജുദയ രാജ്യത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ദേശത്തെ if anyone is surviving, അങ്ങനെയാണെങ്കിൽ അവർ ഈ മോവാബ് ആൻഡ് അമ്മോണും ദേശം കൂടെ പിടിച്ചെടുത്തിട്ട് അവരുടെ കൂടെ സ്വന്തം രാജ്യമാക്കുമെന്ന് പറയുന്നുണ്ട്. സോ there is still hope for the people of Judea if they come back to the Lord എന്നുള്ള ഒരു സട്ടിൽ മെസ്സേജ്, അതായത് ആ ചാപ്റ്റർ 3 ആ ഹോപ്പ് ആൻഡ് റിഡംഷനിലേക്കുള്ള ആ ഒരു ഇൻട്രഡക്ഷൻ പോലെ ഇടുന്നതായിട്ട് നമുക്ക് തോന്നും. ഇറ്റ്സ് സിമിലർ ടു ദ മെസ്സേജ് ഗിവൺ ടു ദി പീപ്പിൾ ഓഫ് ഫിലിസ്തീയ. ഇനി മൂന്നാമത്തെ രാജ്യം, നെക്സ്റ്റ് ആയിട്ട് പോകാം. ഇനി മൂന്നാമത്തെ രാജ്യത്തിന് അഗൻസ്റ്റ് ആയിട്ട് പറയുന്നത് എത്യോപ്യ എന്നാണ് പറയുന്നത്. എത്യോപ്യയിൽ അതിനെപ്പറ്റി ഒരു സെന്റൻസേ മാത്രമേ പറയുന്നുള്ളൂ. I read that sentence, chapter 2 verse 12. The Lord will also put the people of Ethiopia to death. അത്ര ഒറ്റ സെന്റൻസേ പറയുന്നത്. ഈ എത്യോപ്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാണുന്ന എത്യോപ്യ എന്ന് പറഞ്ഞാൽ പ്യുവർ രാജ്യമല്ല. ബിബ്ലിക്കൽ എത്യോപ്യ എന്ന് പറയുന്നത് സദേൺ ഈജിപ്റ്റ്, സുഡാൻ, എറിട്രിയ ആൻഡ് ഇന്നത്തെ നോർത്തേൺ എത്യോപ്യ, ഈ രാജ്യങ്ങൾ കൂടിക്കലർന്ന പ്രദേശമായിരുന്നു അന്ന് ബൈബിളിൽ ഉണ്ടായിരുന്ന എത്യോപ്യ. ഇന്ന് നമുക്കറിയാം എത്യോപ്യ എന്ന് പറഞ്ഞൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു രാജ്യമുണ്ട്. നമുക്ക് യുണൈറ്റഡ് നേഷൻസ് നമ്മുടെ ഗ്ലോബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ള രാജ്യങ്ങളൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല. മോവാബ്, അമ്മോൺ, ഫിലിസ്തീൻ അങ്ങനെ കാണാൻ പറ്റത്തില്ല. പക്ഷേ എത്യോപ്യ ഫിലിസ്തീനിലുണ്ട്. കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ടാണ് അത് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് എക്സാക്ട്ലി the country Ethiopia as we know as it stands today, but it is a territory which is comprising of southern Egypt, Sudan, Eritrea
നോർത്തേൺ എത്യോപ്യ. സുഡാനും എറിട്രിയയും ഈജിപ്റ്റും ഒക്കെ ഇന്നത്തെ കാലത്തെ രാജ്യങ്ങളാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ആസ് ഐ സെഡ്, ഇത് ഉള്ളി ഒറ്റ സെന്റൻസേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് എത്യോപ്യ രാജ്യം നശിച്ചു പോകും എന്ന് പ്രോഫറ്റ് പറയുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. He doesn't give any reason. Probably because Ethiopia lay to the south of Judea. അതായത് ഏറ്റവും താഴെ, ജുദയുടെ താഴെ കിടക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാ ഡയറക്ഷൻസും സിഗ്നിഫൈ ചെയ്യുവാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു രാജ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് എത്യോപ്യ നശിച്ചു പോകുമെന്ന് പറയാനായിട്ട് കാണിക്കുന്നത്. പക്ഷേ എത്യോപ്യക്കാരെ ചെയ്ത കുറ്റത്തെക്കുറിച്ച് സെഫന്യാ പ്രവചനത്തിൽ പറയുന്നില്ല. ആൻഡ് വി നോ ദാറ്റ് ഈ എത്യോപ്യ രാജ്യം നശിച്ചു പോയത് നെബൂഖദ്നേസറിലൂടെയാണ്. ആൻഡ് ഹിസ് ഇൻസ്ട്രുമെന്റ് ഓഫ് ജഡ്ജ്മെന്റ്, അതായത് നശിച്ചു പോകുമെന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞിട്ട് പോയതല്ല, അത് സംഭവിക്കുകയായിരുന്നു. 586 BC നെബൂഖദ്നേസർ വന്നിട്ട്, ബാബിലോണിയൻ രാജാവായ നെബൂഖദ്നേസർ വന്നിട്ട് എത്യോപ്യയെ നശിപ്പിച്ചതായിട്ട് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ അൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ഗോഡ്സ് ജഡ്ജ്മെന്റ് വാസ് കിങ് നെബൂഖദ്നേസർ ദാറ്റ് ടൈം. ആൻഡ് സെഫന്യായുടെ പ്രവചനം അങ്ങനെ അവിടെ പൂർത്തീകരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് മൂന്നാമത്തെ രാജ്യം. പിന്നെ ലാസ്റ്റിൽ പറയുന്നത് അസീറിയ, നോർത്തിൽ കിടക്കുന്നത്, വടക്ക് കിടക്കുന്നത്, നോർത്ത് ഓഫ് ജുദയ കിടക്കുന്ന അസീറിയ രാജ്യത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. 3 വാചകങ്ങൾ ചാപ്റ്റർ 2 പറയുന്നുണ്ട്. അസീറിയനെ കുറിച്ച് എങ്ങനെയാണ് അസീറിയ, വാട്ട് ഈസ് ദ ഫേറ്റ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബിഫോൾ അസീറിയ എന്ന് പറയുന്നുണ്ട്. നിനവേ, അസീറിയയുടെ ക്യാപിറ്റലായിരുന്നു നിനവേ എന്ന് പറഞ്ഞ രാജ്യം. നിനവയെ കുറിച്ച് നമ്മൾ ബൈബിളിൽ കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല ഭാഗങ്ങളിൽ നമുക്ക് നിനവയെ കുറിച്ചുള്ള റെഫറൻസസ് ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് പറയുന്നത് ഇറ്റ് വിൽ ബി മെയ്ഡ് എ ഡെസേർട്ടഡ് റൂയിൻ, എ വാട്ടർലെസ് ഡെസേർട്ട്. ഓർത്ത്, ഒരു മരുഭൂമിയിലാണെങ്കിൽ പോലും ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വെള്ളം കിട്ടും അല്ലേ, നമുക്കറിയാം. മരുഭൂമിയിൽ അവിടെ പോയാലും കുറച്ച് സ്ഥലങ്ങളിലും. പക്ഷേ പ്രവാചകൻ പറയുന്നത് അസീറിയയിലെ ഇറ്റ് വിൽ ബി മെയ്ഡ് എ വാട്ടർലെസ് ഡെസേർട്ട് എന്നാണ് പറയുന്നത്. അതായത് അത്രയ്ക്കും വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയായിരിക്കും നിനവേക്ക് വരാൻ പോകുന്നതെന്ന് പറയുന്നു. നിനവേ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് ബൈബിളിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന പല സ്ഥലങ്ങളിലും. അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇറ്റ് വിൽ ബിക്കം എ ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. അതായത് സകല മനുഷ്യരും സകല നല്ല പക്ഷിലതാദികളും ഒക്കെ പോയിട്ട് ഇറ്റ് വിൽ ബിക്കം എ ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് എന്ന് പറയും. അത്രയ്ക്കും വളരെ വളരെ കഷ്ടപ്പാടിലൂടെ ആയിരിക്കും അസീറിയ കടന്നു പോകാൻ പോകുന്നത് ഈ ദൈവകോപം ഏറ്റെടുത്ത ശേഷം. ഇറ്റ് വിൽ ബി സോ ഡെസലേറ്റ് ദാറ്റ് എവരിവൺ ഹു പാസസ് ബൈ വിൽ ഷ്രിങ്ക് ബാക്ക് ഇൻ ഹോറർ. ആരൊക്കെ ആ ഭാഗത്തൂടെ കടന്നു പോയാലും അവർ കണ്ടിട്ട് അവർ തലയെ കൈവച്ചിട്ട് അയ്യോ ഈ ദേശത്തിന് എന്ത് പറ്റി എന്ന് പറഞ്ഞ് വിലപിക്കും എന്നാണ് പറയുക. മലയാളത്തിലൊക്കെ അങ്ങനെയാണ് നമ്മളത് കാണുന്നത്. എന്ത് പറ്റി ഈ ദേശത്തിന്, വളരെ നല്ല മനോഹരമായ ഒരു ദേശമായിരുന്നല്ലോ ഈ നിനവേ എന്ന് പറയുന്ന അസീറിയയുടെ ക്യാപിറ്റൽ, പിന്നെ ഈ ദേശത്തിന് എന്ത് പറ്റി എന്ന് പറഞ്ഞ് അവർ വിലപിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കണ്ടു ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൻ്റെ നമ്മുടെ സ്റ്റഡി കഴിഞ്ഞു. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടു. ഫസ്റ്റ് ഹി പ്രൊഫസൈസ്ഡ് അഗൈൻസ്റ്റ് ജുദയ, ഇസ്രായേൽ ജനതയുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു, അവരെങ്ങനെ നശിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചാപ്റ്റർ 2 കണ്ടു നോട്ട് ഓൺലി ഗോഡ്സ് പീപ്പിൾ, നോട്ട് ഓൺലി ജുദയ, നോട്ട് ഓൺലി ഇസ്രായേൽ, ബട്ട് ഓൾസോ there is going to be total destruction on all the nations around Jerusalem in all 4 directions, which signifies that no one is going to spare the wrath of God's judgment. ആർക്കും രക്ഷ ഉണ്ടാവില്ല, ഏത് ദിക്കിൽ പോയാലും രക്ഷ ഉണ്ടാവില്ല എന്നുള്ളത്. That means that God is sovereign over all the world, not only over Jerusalem or Judea എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജാണ് സെഫന്യാ പ്രവാചകനിലൂടെ ദൈവം കൊടുക്കുവാനായിട്ട് ശ്രമിച്ചത്. ഇനി നമുക്ക് തേർഡ് ചാപ്റ്ററിലോട്ട് പോവാണ്, അതായത് ഹോപ്പ് ആൻഡ് റിഡംപ്ഷൻ. ആസ് ഐ സെഡ്, ചാപ്റ്റർ 3 വരുമ്പോൾ പിന്നെ നമുക്ക് ഒരു പ്രത്യാശയുടെ വളരെ ഒരു സിഗ്നിഫിക്കൻറ്റ് ട്രാൻസ്ഫോർമേഷനാണ് സെഫന്യായുടെ പ്രവചനത്തിൽ കാണുന്നത്. ആദ്യത്തെ 2 ചാപ്റ്ററും പഠിക്കുവാനും വായിക്കുവാനൊക്കെ വളരെ ബുദ്ധിമുട്ടുമൊക്കെ നിറഞ്ഞതാണെങ്കിലും ചാപ്റ്റർ 3 വരുമ്പം നമ്മൾ കാണുന്നത് ഒരു പ്രത്യാശയുടെ ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യം യെരുശലേമിൻ്റെ നാശവും പറയുന്നുണ്ട്, പിന്നെ വേഴ്സസ് 14 to verses 20 ഇല്ലേ എന്തുകൊണ്ടാണ് അത് വളരെയധികം നമുക്ക് പ്രത്യാശ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സകലം നശിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് എ വെരി വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, വിച്ച് ഇസ് വെരി ഹാർട്ടനിങ് ഓൾസോ ഫോർ അസ് പീപ്പിൾ ഹൂ ആർ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഏജ്. അതായത് നമുക്ക് നാശം മാത്രമല്ല, നമുക്ക് പ്രത്യാശയുടെയും കൂടെ നമുക്കൊരു അവസരമുണ്ട് എന്ന് നമുക്ക് ചാപ്റ്റർ 3 വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ചാപ്റ്റർ 3 സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ലോർഡ്സ് ജഡ്ജ്മെന്റ് ഓൺ ഹി ഫോക്കസസ് ഓൺ ജെറുസലേമിന്റെ കുറ്റവും കുറവുകളും ഒക്കെ വീണ്ടും ചാപ്റ്റർ 3 പറയുന്നുണ്ട്. They had been very unresponsive to the prophets whom God had sent. They were unteachable and they refused to accept any correction. അതായത്
ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പല കാലഘട്ടങ്ങളിലായിട്ട് വന്നിട്ട് യെരൂശലേമിനോട് പല രീതിയിൽ പ്രവചിച്ചിട്ടും ഒന്നും അവർ കേട്ടില്ല. നമ്മൾ ആദ്യം കണ്ടതുപോലെ നഹൂം, ഹബാക്കുക്ക്, ജെറമയ ഇവരൊക്കെ ഈ സെഫന്യാ പ്രവാചകന്റെ കണ്ടംപററീസ് ആയിരുന്നു. ഇവരെല്ലാം ഒരേ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനതയെ വാൺ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ എത്ര വാൺ ചെയ്തിട്ടും അവർ ഈ പ്രവാചകന്മാരുടെ വാചകങ്ങളൊന്നും ഈ ഇസ്രായേൽ ജനത എടുത്തില്ല. അവർ അതിനെ കുറിച്ചിട്ട് അവർ ഒട്ടും ഒരു കൺസേൺഡ് അല്ലായിരുന്നു. they were just not concerned about what the God's prophets were saying. Maybe they didn't even realize that these were God's prophets who were actually speaking to them from the God whom they are Moses and Abraham. അവരിപ്പോഴും എബ്രഹാമും മോസസും പറയുന്നതിന് മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുകയെന്ന്. എന്നാൽ അതിനുശേഷം വന്ന ഈ പ്രോഫറ്റ്സിനെ കുറിച്ചൊക്കെ അവർ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്ത് കാണത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും they were very unresponsive. അല്ലെങ്കിൽ ഇങ്ങനെ അൺറെസ്പോൺസീവ് ആവേണ്ട കാര്യമില്ല. സോ ദാറ്റ് ഇസ് വൈ അഗെയിൻ സെഫന്യാ പ്രവാചകനും പറയുവാണ്, നിങ്ങൾക്ക് നാശം വരും, നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നാശം വരും എന്നുള്ള വളരെ കൃത്യമായ മെസ്സേജ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് വാസ് എ വെരി തേർഡ് പോയിന്റ് ആയിട്ട് അവർ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രീസ്, അതായത് ഈ യെരൂശലേമിലെ ഈ പീപ്പിൾ ഹു വെർ സപ്പോസ് ടു മിനിസ്റ്റർ ദ പീപ്പിൾ, പ്രീസ്, അന്നത്തെ കാലത്തെ പ്രീസിനൊക്കെ ആ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ എന്തുമാത്രം പ്രസക്തി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു നമുക്കറിയാം. അതായത് പ്രീസിനെയൊക്കെ ദൈവം ഷോൺ ആസ്, അതായത് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്നും നമ്മൾ അതുപോലെ തന്നെ കാണുന്നു, അന്നും അതുപോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആ റിലീജിയസ് ലീഡേഴ്സ് ഒരു കാരണവശാലും ദൈവം പറയുന്ന കാര്യങ്ങളിലോട്ടൊന്നും അവരുടെ ശ്രദ്ധ പോവാതെ അവർ ഈ വർഷിപ്പിനായിട്ടുള്ള ലോസ് ഒന്നും ഫോളോ ചെയ്യാതെ, അതായത് മോസസ് കുറെ ലോസ് അവർക്ക് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ ദേ ട്വിസ്റ്റഡ് ദ മീനിങ് ഓഫ് ദ മൊസൈക്ക് ലോ, അതായത് മോശ കൊടുത്തിരിക്കുന്ന ആ നിയമങ്ങളൊന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അത് അവർ വ്യാഖ്യാനിക്കുകയും അതിന് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുകയും ദൈവജനത്തോട് അവർ പറഞ്ഞു കൊടുത്തിരുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നുള്ള തെറ്റായ സന്ദേശം ഈ പ്രീസ് ഈ ജനത്തോട് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് അവർ സെഫന്യാ പ്രവാചകൻ പറയുന്നത് ഈ പ്രീസ് കാണുന്നത് ഈ നഗരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഡിസ്ട്രക്ഷനെ കാരണക്കാരാകുന്നത് ഈ പ്രീസാണ്. ഈ പ്രീസ് ഇങ്ങനെ വന്നെല്ലാം കാണിക്കുന്നതുകൊണ്ടാണ് ഈ ജനങ്ങൾ നന്നാകാത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ജെറുസലേമിന് ഈ വളരെ വലിയ ഈ ദുരന്തം വന്ന് ഭവിക്കുവാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ അവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ലോർഡ് എക്സ്പെക്ടഡ് ദ പീപ്പിൾ ഓഫ് ജെറുസലേം ടു ലേൺ ഫ്രം ദ ഫെയ്റ്റ് ഓഫ് ദി അതർ ഫോറിൻ നേഷൻസ്. ഇതിന് മുന്നാടിയായിട്ട് ഇവർ കണ്ടിട്ടുണ്ട്, ഈ ജെറുസലേം കണ്ടിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളൊക്കെ എങ്ങനെ നശിച്ചു പോയെന്ന് അവർ വളരെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊന്നും കണ്ട് പഠിക്കാതെയാണ് പിന്നെ അവർ തോന്നിയ പോലെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെഫന്യാ പ്രവാചകൻ കൂടുതൽ ആംഗ്വിഷ്ഡ് ആയിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. They were more eager to pursue their sinful self-indulgence and they became thoroughly corrupt in their deeds. ഒരു കാരണവശാലും അവർ ദൈവരാജ്യത്തിൻ്റെ നല്ല മാതൃകകൾ പിന്തുടരാതെ അവർ became thoroughly corrupt in their deeds എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് സെഫന്യാ പ്രവാചകൻ ജെറുസലേമിന് അഗൻസ്റ്റ് ആയിട്ട് വളരെയധികം രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്നത്. അടുത്ത സ്ലൈഡ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വേഴ്സ് 9 ആകുമ്പോൾ ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ വരികയാണ്. Verse 9 signifies a major change in the focus of Zephaniah's prophecy. First 2 chapters കഴിഞ്ഞു, third chapterലെ 8 വാചകങ്ങളും കഴിഞ്ഞു. 9ാമത്തെ വാചകം ആകുമ്പോഴാണ് we can see a major shift in the nature of Zephaniah's prophecy. There is a transition from judgment to blessing in the new millennium എന്നാണ് പറയുന്നത്. അതായത് ഇത്രയും നാളും നിങ്ങൾ ദൈവരാജ്യത്തെ ജഡ്ജ്മെന്റ് ഡേനെ കുറിച്ച് ആൾക്കാരെ ഉത്ബോധിപ്പിക്കുകയും അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്ത ശേഷം പെട്ടെന്ന് പറയുന്നത്, പിന്നെ വേഴ്സ് 9 ആകുമ്പോൾ പെട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോർഡിന്റെ ബ്ലെസ്സിങ് കിട്ടും, ന്യൂ മില്ലേനിയം, അതായത് പുതിയ രാജ്യവും പുതിയ ദൈവരാജ്യവും പുതിയ ന്യൂ ടെസ്റ്റമെന്റ് വരുന്നതിനെ കുറിച്ചൊക്കെ ഒരു ഹോപ്പ് കൊടുക്കുന്നതായിട്ട് നമുക്ക് വേഴ്സ് 9 തൊട്ട് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആ വേഴ്സ് 9 ഒന്ന് വായിക്കാം. ദാറ്റ് ഈസ് ദ change, a major verse, a very important verse which signifies a change, a major shift in Zephaniah's prophecy. Verse 9 goes like this: Then I will change the people of the nations, and they will pray to me alone and not to other gods. They will all obey me. Then I will change the people of the nations, and they will pray to me alone and not to other gods. They will all obey me. എൻ്റെ ദൈവത്തിന് എഗൻസ്റ്റായിട്ട് ഇത്രയും നാളും പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ എല്ലാം എനിക്ക് വേണ്ടിയിട്ട് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ, എന്നോട് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. അത് ജുദയായും യെരൂശലേമും മാത്രമല്ല, പീപ്പിൾ ഓഫ് ഓൾ ദ നേഷൻസ് വിൽ പ്രേ ടു മീ അലോൺ ആൻഡ് നോട്ട് ടു അതർ ഗോഡ്സ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദേ വിൽ ഓൾ ഒബേ മീ. ഇനി എല്ലാവരും എന്നെ അനുസരിക്കൂ എന്ന് പറയുന്നുണ്ട്. അടുത്ത വാചകത്തിൽ പറയുന്നുണ്ട്, ഈവൻ ഫ്രം
distant Ethiopia, my scattered people will bring offerings to me. എത്യോപ്യ രാജ്യത്തിൽ നിന്ന് പോലും എനിക്ക് എൻ്റെ ആൾക്കാർ എനിക്ക് കാഴ്ചകളുമായിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് യഹൂദന്മാർ ഇനി കൂടുതൽ ഷെയിമൊന്നും അവരുടെ പ്രീവിയസ് റെബലിനെ കുറിച്ച് ആലോചിച്ചിട്ട് അവർ കൂടുതൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ദേ വിൽ നോട്ട് ഫീൽ ഗിൽറ്റി എനി ലോങ്ങർ ബിക്കോസ് ദേ വിൽ ബി ഹംബിൾ റാദർ ദാൻ പ്രൗഡ്. അവരുടെ അഹങ്കാരമൊക്കെ മാറിയിട്ട് അവർ ദൈവസന്നിധിയിൽ താഴ്മയോട് ഇരിക്കുന്ന ഒരു കാലഘട്ടം വരും എന്ന് സെഫനിയ പ്രവാചകൻ പറയുന്നുണ്ട്. വേഴ്സ് 9 തൊട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതാണ്. ദേ ഷുഡ് നോട്ട് ബി ഫീലിംഗ് എഷേംഡ് എനിമോർ ബിക്കോസ് ദേ വിൽ ബി ഹംബിൾ. അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവർ കൂടുതലായിട്ട് ദൈവസന്നിധിയിൽ താഴുന്നത് കൊണ്ട് അവർക്കും ഹോപ്പും കിട്ടും എന്നാണ് സെഫനിയ പ്രവാചകൻ പറയുന്നത്. The reason to rejoice is that God will have removed his judgments and Israel's enemies from her presence and life. ദൈവം പുതിയ മില്ലേനിയം വരുമ്പം പുതിയ നിയമം വരുമ്പം പഴയ ആ ജഡ്ജ്മെന്റ്സും പഴയ ശാപങ്ങളും എല്ലാം മാറ്റി കൊടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ടുള്ള പുതിയ രാജ്യവും പുതിയ നീതിയും എല്ലാം ലഭിക്കുമെന്ന് സെഫനിയ പ്രവാചകൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലാസ്റ്റ് പോയിന്റായിട്ട് ഞാൻ പറഞ്ഞത് ആദ്യം ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ ഇൻട്രഡക്ഷനിൽ കാണിച്ച വേഴ്സ് 17 ആണ് പറയുന്നത്. ആ വേഴ്സ് 17 is very very important verse in the whole book of Zephaniah. And many commentators compare it to even John 3:16 in the New Testament. നമുക്കറിയാം പുതിയ നിയമത്തിൽ John 3:16 for God so loved the world that he gave his only begotten son that whosoever believeth in him shall not perish but have eternal life. That is the whole essence of the New Testament. John 3:16 നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ പല പ്രസംഗങ്ങളിലും എല്ലാം കേൾക്കുന്നുണ്ട്. ആ John 3:16 സെയിം ഇമ്പോർട്ടൻസ് ആണ് പല കമന്റേറ്റേഴ്സും ഓൾഡ് ടെസ്റ്റമെന്റിൽ Zephaniah 3:17 കൊടുക്കുന്നുണ്ട്. So that is an eye opener for us. Book of Zephaniah നമ്മൾ വളരെയധികം ഇഗ്നോർ ചെയ്തതും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ബുക്കാണ്, അധികം ആരും വായിക്കാത്ത ബുക്കാണ്. ബട്ട് Zephaniah 3:17 എന്നുള്ളൊരു വെരി ഇമ്പോർട്ടൻറ്റ് വേഴ്സ് ഉണ്ട്. ആ വേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ് പല കമന്റേറ്റേഴ്സും എടുത്തെടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് എൻ്റെ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേഴ്സ് ആയിട്ട് കാണിച്ചത്. ഒന്നുകൂടെ ആ വേഴ്സ് വായിക്കാം. The Lord your God is with you. His power gives you victory. The Lord will take delight in you and in his love he will give you new life. അതായത് പ്രത്യാശയുടെ ഒരു സന്ദേശം. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിനക്ക് പ്രത്യാശ തരും, അതായത് ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ആ Zephaniah 3:17 പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊന്നും അധികം പഠിക്കാത്തതും വായിക്കാത്തതുമായ ബുക്കാണ് ബുക്ക് ഓഫ് Zephaniah. എങ്കിലും വളരെ യാദൃശ്ചികം എന്ന് പറയട്ടെ, ഇത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂൺ മാസത്തെ നമ്മുടെ പാരിഷ് ബുള്ളറ്റിനിലൂടെ ജൂൺ മാസത്തെ പാരിഷ് ബുള്ളറ്റിൻ കിട്ടിയപ്പം അതിനകത്ത് പാരിഷ് സെക്രട്ടറിയുടെ ഇടവക സെക്രട്ടറിയുടെ മെസ്സേജ് നോക്കിയപ്പം അതിനകത്ത് ഈ സെയിം Zephaniah 3:17 കോട്ട് ചെയ്തേക്കുക. So it was a very happy moment to know that at least we are seeing a quote from Zephaniah in one of the messages of one of the talks. അത് അദ്ദേഹം പറഞ്ഞത്, ആ കോണ്ടെക്സ്റ്റ് പറഞ്ഞത്, നമ്മുടെ സുവർണ്ണ ജൂബിലി വർഷത്തിൽ നമുക്ക് സന്തോഷിക്കാം. ഈ സുവർണ്ണ ജൂബിലി വർഷത്തിൽ നമുക്ക് സന്തോഷിക്കാം. സന്തോഷത്തിന്റെ ഒരു വേഴ്സ് ആയിട്ടാണ് അദ്ദേഹം ഇത് കോട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഈ സുവർണ്ണ ജൂബിലി വർഷത്തിൽ നമുക്ക് സന്തോഷിക്കാം. പിന്നെയാണ് ആ വേഴ്സ് 3:17 പറയുന്നത്. എൻ്റെ മലയാളം ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. Zephaniah 3:17. സോ അങ്ങനെ അത്രയും ഇമ്പോർട്ടൻസ് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഈ വേഴ്സിൽ ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ നമുക്ക് സന്തോഷിക്കാം. അതായത് നമുക്ക് സന്തോഷത്തിന്റെ ഒരു അവസരം വരുമ്പോൾ നമ്മൾ ഈ വേഴ്സ് കോട്ട് ചെയ്യുന്നതിന്റെ കാരണം അത് തന്നെയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതായത് നമുക്ക് ഏറെ ഇടവകയായിട്ട് നമുക്ക് ഏറെ സന്തോഷിക്കാനുള്ളൊരു വർഷമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സുവർണ്ണ ജൂബിലി വർഷമൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് അതിന് റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ വേഴ്സാണ് അദ്ദേഹത്തിന്റെ മെസ്സേജിൽ Zephaniah 3:17. മാത്രമല്ല ഈ മാസത്തെ പാരിഷ് ബുള്ളറ്റിൻ്റെ Zephaniah 3:17 ഇംഗ്ലീഷിൽ അവരുടെ താഴെ ഈ ചെറിയ ബാനറിൽ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ അറിയാം, വളരെ മനോഹരമായ കോട്ട്സും ബാനറിൽ അവർ ബൈബിൾ വേഴ്സസും എല്ലാം ഇങ്ങനെ ഓരോ പേജും ഈ പാരിഷ് ബുള്ളറ്റിൻ്റെ കീഴിൽ വളരെ മനോഹരമായ വേഴ്സസും ഇടാറുണ്ട്. പിന്നെ മക്കളുടെ ഓരോ കോട്ട്സും ഒക്കെ ഇടാറുണ്ട്. വളരെ യാദൃശ്യമാണെന്ന് പറയട്ടെ, Zephaniah 3:17 അതിൻ്റെ കോട്ട്സ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ക്വൈറ്റ് ഹാപ്പി ടു സീ ദാറ്റ് Zephaniah, ബുക്ക് ഓഫ് Zephaniah നമ്മൾ പഠിക്കുന്ന മാസം തന്നെ നമ്മുടെ പാരിഷിലും സം ഫോം ഓഫ് ദി അതർ ഒരു മെസ്സേജ് കിട്ടുവാനായിട്ട്, ഹോൾ പാരിഷിന് ഒരു മെസ്സേജ് കിട്ടുവാനായിട്ട് സാധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. So we are almost at the end of the presentation today and the study today. ഇനി നമുക്ക് വളരെ ക്വിക്കായിട്ട് നമ്മുടെ ഈ പ്രോഫറ്റ് സെഫന്യായുടെ മെസ്സേജിലൂടെ അല്ലെങ്കിൽ പ്രോഫറ്റ് സെഫന്യയുടെ പ്രവചനത്തിലൂടെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന മൂന്ന് പോയിന്റ് നമുക്ക് പെട്ടെന്ന് നോക്കാം.
ആസ് വി സെഡ് നമ്മൾ ആ ജെറുസലേമിലെ പ്രീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ജെറുസലേമിലെ പ്രീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു അവർ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരായിരുന്നാലും പ്രതിപുരുഷന്മാരായിരുന്നാലും അവർ മൊസൈക് ലോ, അതായത് മോശ കൊടുത്തിരിക്കുന്ന ആ നിയമമൊന്നും പാലിക്കാതെ അവരുടെ ഇഷ്ടത്തിന് അത് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ വർഷിപ്പ് ചെയ്യുകയും അവർ പറയുന്ന തെറ്റായ രീതിയിൽ അവരുടെ ജനത്തെ അവർ നയിക്കുകയും ചെയ്യും. സോ അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഡു വി ഓൾസോ മേക്ക് എ മോക്കറി ഓഫ് ദ വേർഷിപ്പ്? നമുക്ക് തന്നിരിക്കുന്നിട്ടുള്ള ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഷിപ്സും അതെല്ലാം നമ്മൾ ആർ വി മേക്കിംഗ് ഓൺലി മോക്കറി ഓഫ് ദ വേർഷിപ്പ് വെൻ വി ലീവ് ഇൻ ഓപ്പൺ സിൻ? ആൻഡ് ദെൻ ഡു വി ഓൺലി ലുക്ക് ദ പാർട്ട് ഓർ ഡു വി പ്രാക്ടീസ് വാട്ട് വി പ്രൊഫസ്? അതായത് നമ്മൾ വായിച്ച് പഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇൻ ആക്ച്വൽ ലൈഫ് ആർ വി പ്രാക്ടീസിങ് വാട്ട് വി പ്രൊഫസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ സെഫനിയായുടെ ബുക്കിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ the second point is that you should always remember that how seriously God takes your life and your relationship with Him. Athayathu, do not take it as granted that your relationship with God is going to be perfect because you come to the church every day, you attend your every Saturday prayers and everything. You need to understand how seriously God takes our life and our relationship with Him. Day of the judgment is namakku aarkum rakshayilla ennu Zephaniah പ്രവചനം പറഞ്ഞിട്ടുണ്ട്. Day of the Lord's judgment is very, very near to us, and it is going to happen sooner rather than later. So, aa divasam when God comes to judge you, you have to be prepared to answer His questions. So, you should take your relationship with God very, very seriously. ആ ഒരു പോയിന്റ് സെഫനിയ പ്രവാചകൻ അന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ദൈവജനത്തിനും മറ്റുള്ള ദേശങ്ങൾക്ക് കൊടുത്തത് ഇന്ന് നമ്മളോട് പറയുകയാണ്. Take seriously your relationship with God, because when God sits on His throne on the day of judgment, He is going to ask you the same questions which He would ask His people also. That is, ഇസ്രായേൽ മക്കളിലേക്ക് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ ക്രിസ്ത്യാനികളാണ് പറയുന്നത് നമ്മളോട് ചോദിക്കും. So please take seriously your relationship with God and turn to God and move away from your sins and turn to God with all your heart and with all your mind എന്ന് പറയുന്നുണ്ട്. And if you have failed in this relationship, if you have failed in this relationship, there is always hope. അതാണ് സെഫനിയ പ്രവാചകൻ പറയുന്നത്. നമ്മൾ ഇത്രയും നാൾ മോശമായിട്ടൊക്കെയാണ് താമസിച്ചതെങ്കിലും there is always hope. പ്രത്യാശയുണ്ട്. പുതിയ നിയമത്തിലൂടെ യേശുക്രിസ്തുവിന്റെ വരവിലൂടെ അതാണ് നമുക്ക് കിട്ടുന്ന പ്രത്യാശയും നമുക്കുള്ള ആ ഒരു ഹോപ്പും നമ്മുടെ ഒരു ആഗ്രഹവും എല്ലാം അത് തന്നെയാണ്. അവർ ഗോഡ് ഈസ് ഓൾവേസ് എ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് അവർ ഗോഡ് ഈസ് ഓൾവേസ് എ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ ആൻഡ് ഹോപ്പ് എന്നുള്ള ആ ഒരു മെസ്സേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് 3 കീ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് സമയമുണ്ട്. വളരെ ഒരു ഷോർട്ട് ഒരു വീഡിയോ ഉണ്ട്, പിള്ളേർക്ക് കുറച്ചും കൂടെ താതാത്മ്യമായിട്ടുള്ള 2 minutes ഉള്ള ചെറിയൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ കണ്ടു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി മച്ച് മോർ ഇൻട്രസ്റ്റിംഗ് ഫോർ ദ ചിൽഡ്രൻ ഓൾസോ. സോ ലെറ്റ്സ് സീ ദാറ്റ് ബിഫോർ വി കൺക്ലൂഡ് ദ മെസ്സേജ്. An introduction to the book of Zephaniah. Zephaniah was a prophet of Jehovah in Judah, and he wrote the book bearing his name. He prophesied early in the reign of faithful King Josiah. He completed his book before the year 648 BCE, some years before Nahum and Habakkuk wrote their books, and over 40 years before the destruction of Jerusalem in 607 BCE. The book of Zephaniah contains 3 chapters. Chapter 1 warns the people of Judah that Jehovah's day of judgment is approaching quickly. The people are focusing on material wealth, worshiping false gods, and assuming that Jehovah will not intervene in their affairs. In chapter 2, the people are urged to seek Jehovah. They should trust in God and live by His righteous standards. Did you know? Zephaniah's efforts bore fruit. Young King Josiah carried out a campaign against false worship to rid the nation of idolatry and to restore true worship at the temple. Chapter 2 conveys a message of doom against the surrounding nations of Philistia, Ammon, Moab, Ethiopia, and Assyria. In chapter 3, Jerusalem's proud inhabitants continue to disobey Jehovah despite His warning. Although Jehovah promises to remove the haughty ones,
He offers hope and joy to humble, repentant ones. As you read the book of Zephaniah, note how we should guard against thinking that Jehovah's day will not arrive, how those who seek Jehovah will be saved, and how Jehovah gathers humble ones to be subjects of his kingdom. So, I hope that was very useful for the children because വളരെ short and very sweet അവരാണ് ആ മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. That's why I decided that we should show that second video also. So I hope it was interesting for you children as well. Our key messages നമ്മൾ already കണ്ടു. So this brings us to the end of the study of the book of Zephaniah. ചെറിയ ബുക്കായിരുന്നു and we were able to study hopefully in a very very short time period the message that Zephaniah tried to convey. And I hope that we will be able to take back the message of Zephaniah into our daily lives, and then always be wary of our sins, and always be wary of our trespasses, and also to remember that there is always a hope and there is always redemption for us if we turn back from our sins and then pray to God and then accept Jesus Christ as our Savior. Of course, there is always hope and redemption, and we will be saved on the day of the Lord or the day of the judgment എന്ന് നമ്മൾ പറയുവാനായിട്ട് ഈ ബുക്ക് ഓഫ് സെഫനായിൽ കൂടെ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വന്നുപോയ ചെറിയ മിസ്റ്റേക്സും തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് അപേക്ഷിക്കുന്നു. നെക്സ്റ്റ് ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു കൺക്ലൂഡ് by saying thank you to a lot of people who made this possible for me. First, Rajchan, of course, for giving me the opportunity and all the guidance required in preparing the book of Zephaniah. Agam parnappichu hesitate cheyidaru. He gave me confidence, and then he also gave some ideas on how to present the book of Zephaniah. So thank you, Rajchan, for that. Second, Praveen and Cheryl for all the support as usual. Cheryl വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ അയച്ചു തന്നു, വിച്ച് വാസ് വെരി യൂസ്ഫുൾ. രണ്ട് വീഡിയോസും എല്ലാം ഷെറിലിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. സോ താങ്ക് യു വെരി മച്ച് ഷെറിൽ ഫോർ ഓൾ യുവർ സപ്പോർട്ട്, ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു ഓൾ in your ministry as well. Vishmi has always been supportive for all my work, and Anagha for preparing all the slides and all the presentation material. I just prepared the material. She prepared all the slides and all that. So thank you, Anagha, also for that. Thank you all.